ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് CPM-നുണ്ടായത്. ഇതോടെ പാളയത്തിൽ പട ആരംഭിച്ചിരിക്കുന്നു. അതൃപ്തർ പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നു. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ G. സുധാകരനാണ് തുടക്കമിട്ടത്. ഈ എതിർസ്വരം വിവിധ ജില്ലാ കമ്മിറ്റികളും പ്രകടിപ്പിച്ചു. ഇപ്പോൾ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ തോമസ് ഐസക്കിൽ വരെ എത്തി നിൽക്കുന്നു. നേതാക്കളുടെ പരസ്യ പ്രസ്താവനയ്ക്ക് വിലക്ക് നിലനിൽക്കെയാണ് രൂക്ഷ വിമർശനവുമായി ഐസക് രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണക്കാരായി മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും മരുമകൻ മുഹമ്മദ് റിയാസിലേക്കും ഐസക് വിരൽ ചൂണ്ടുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഉൾപ്പെടെ കളത്തിലിറക്കി പ്രതിരോധിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. ഭരണപരാജയമെന്ന പടവാളുയർത്തി ഐസക് ഫേസ്ബുക്കിലൂടെ പോർമുന തുറന്നത് അണികൾക്കും നേതാക്കൾക്കുമിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുള്ളത്. ഐസക്കിൻ്റെ പോസ്റ്റ് പല പാർട്ടി ഘടകങ്ങളിലും ചർച്ചയായി കഴിഞ്ഞു. അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായുള്ള ഐസക്കിൻ്റെ പരാമർശം പിണറായിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് വിലയിരുത്തൽ. ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടു, വീഴ്ച സംഘടനാപരമാണ്, വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും എതിർ തരംഗമുണ്ടാകുമെന്ന് മനസ്സിലാക്കാനായില്ല. LDF വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം UDF-നും BJP-ക്കും വോട്ട് ചെയ്തു. ഇതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു. സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ദുർബലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തു നിന്ന് BJP-യിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്കുപോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ പരം വിഡ്ഢിത്തം വേറെ ഉണ്ടാകില്ലെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളെ വായിക്കുന്നതിൽ പാർട്ടിക്കുണ്ടായ വീഴ്ച വലുതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും എതിർ തരംഗം കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനായില്ല. ഇത്തവണത്തെ പോളിംഗ് ശതമാനം 71% കുറഞ്ഞപ്പോൾ ഇടതുപക്ഷ വിലയിരുത്തൽ UDF BJP വോട്ടുകളാണ് മരവിച്ചതെന്നാണ്. എന്നാൽ പോളിംഗിന് മുമ്പുള്ള വിലയിരുത്തലും പോളിംഗിന് ശേഷം ബൂത്തുകളിൽ നിന്നുള്ള വിലയിരുത്തലും താരതമ്യപ്പെടുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായ തോതിൽ LDF വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കാണാൻ കഴിഞ്ഞു. പോൾ ചെയ്ത വോട്ടുകളിൽ 5 മണ്ഡലങ്ങളിൽ ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ LDF വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം UDF-നും BJP-ക്കും വോട്ട് ചെയ്തു. ഇതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത്. എന്തുകൊണ്ട് വിലയിരുത്തലുകൾ പാളുന്നുവെന്നാണ് ഉത്തരം കാണേണ്ട ഒരു പ്രധാന പ്രശ്നം. ഒന്നുകിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ ജനങ്ങൾ തങ്ങളുടെ മനസ്സ് തുറക്കുവാൻ വിസമ്മതിക്കുന്നു. രണ്ടായാലും ഇത് പഴയ പാരമ്പര്യത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ്. ഒരു കാര്യം തീർച്ച, ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടിരിക്കുന്നു. ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വീഴ്ച സംഘടനാപരമാണ്. വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടിയിരിക്കുന്നു. അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു. ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം. ജനങ്ങളോട് എപ്പോഴും വിനയത്തോടെ വേണം പെരുമാറാൻ. വെള്ളത്തിലെ മീൻ പോലെ ആയിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാവോയുടെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ടല്ലോ. സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നതിലുണ്ടായ ഉദാസീന മനോഭാവം പലയിടത്തും ഗൗരവമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ്. തദ്ദേശ ഭരണ തലങ്ങളിലും അഴിമതി വർദ്ധിക്കുന്നുണ്ട്. തുടർ ഭരണം ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമഗ്രമായ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവ എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കിയെന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. മുൻകാലത്ത് സർഗാത്മകതയിലും പഠിത്തത്തിലും മുന്നിൽ നിൽക്കുന്നവർ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. അക്കാലത്തെ ആഗോള ദേശീയ സ്ഥിതിവിശേഷം ഇതിന് കാരണമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായിരുന്ന അതീശത്വവും ഇതിന് കാരണമാണ്. ഇന്ന് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ അരാഷ്ട്രീയവൽക്കരണത്തിനാണ് മുൻതൂക്കം. പരമ്പരാഗത മാധ്യമങ്ങളിലല്ല, പുതിയ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇവരുടെ ലോകം. ഇവിടെയാകട്ടെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ദുർബലമാണ്. ഇവിടെ പറഞ്ഞതൊന്നും പൂർണ്ണമല്ല. പാർട്ടിക്കുള്ളിൽ എല്ലാ തലങ്ങളിലും ഇക്കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മുകളിൽ തീരുമാനമെടുത്ത് താഴേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. ഇത്തവണ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് റിവ്യൂവിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ട ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഭാഗം താഴത്ത് ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചകളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് രൂപം നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, പാർട്ടി അനുഭാവികളോടും ബന്ധുക്കളോടും തുറന്ന് ചർച്ച ചെയ്യുന്നതാണ് തീരുമാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മഹത്തായ ഒസ്യത്താണ്. പാർട്ടിയിൽ ഇല്ലെങ്കിലും അവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അങ്ങനെ നാനാ കോണുകളിൽ നിന്നുണ്ടായ വിമർശനങ്ങൾക്കും ചെവി കൊടുത്ത് അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. 2014 പാർലമെൻറ്റിലേക്ക് 40% വോട്ട് ലഭിച്ച LDF-ന് 2019 31% വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട കോളിളക്കം പാർട്ടി അടിത്തറയിൽ നിന്ന് ഒരു വിഭാഗത്തെ UDF-ലേക്കും BJP-യിലേക്കും നയിച്ചു.
BJPയുടെ വോട്ട് ശതമാനം 10.8 നിന്ന് 15.6 ഉയർന്നു. എന്നാൽ LDFിൻ്റെ വോട്ട് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 42.5 ഉയർന്നു. BJPയുടേത് 14.9% താഴ്ന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പായപ്പോഴേക്കും LDFിൻ്റെ വോട്ട് 45.3% ഉയർന്നു. BJPയുടേത് 12.5% താഴ്ന്നു. BJPയിലേക്ക് പോയ നല്ലൊരു പങ്ക് വോട്ടുകൾ തിരിച്ച് LDFിലേക്ക് തന്നെ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്ത് നിന്നും BJPയിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്ക് പോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ പരം വിഡ്ഢിത്തം വേറെ ഉണ്ടാകില്ല, തോമസ് ഐസക് പറയുന്നു. കുറിപ്പ് ചർച്ചയായ സാഹചര്യത്തിൽ ഐസക്കിൽ നിന്ന് വിശദീകരണം തേടാനാണ് തീരുമാനമെന്നാണ് അറിയുന്നത്. മറുപടി തൃപ്തികരമായില്ലെങ്കിൽ അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ടാകുമെന്നും പറയുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവ് G. സുധാകരൻ കൂടി നിലവിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഐസക്കിൻ്റെ പോസ്റ്റ് വളരെ ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്.